ഈ പ്രപഞ്ചവും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിച്ച ശേഷം 7-ാം നാൾ ദൈവം അവധിയെടുത്തിട്ടുണ്ടാകും. പക്ഷേ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ കഴിഞ്ഞ നാളിൽ വിശ്രമമില്ലാതെയാണ് ജോലി ചെയ്തത്. ഇതുവരെയുള്ള സമ്പാദ്യവും അവൻ്റെ അധ്വാനവും ഒക്കെ മണ്ണിലിറക്കി. ഇത്തവണ വലിയ വിളവാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സമാനതകളില്ലാത്ത വരൾച്ച കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലുപാറ കന്നിക്കല്ലിലെ റെജി എന്ന കർഷകൻ്റെ ഏലത്തോട്ടത്തിലാണ്. ചേട്ടാ, ഇത്തവണ എന്താ സംഭവിച്ചത്? എനിക്ക് 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 4 ഏക്കറും പോയി. ഇതുപോലത്തെ അവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ ജീവിക്കാനുള്ള ഒരു നിവൃത്തിയില്ല നമ്മുടെ കയ്യിൽ. മലനാട് ബാങ്കിൽ നിന്ന് ലോണും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ അവസ്ഥ കിടക്കുന്നത്. എന്നുവെച്ചാൽ പിള്ളേരെ പഠിപ്പിക്കും, കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. 1 രൂപ പോലെ നമുക്ക് നിൽക്കുവാക്കില്ല ഇപ്പം ഇപ്പോഴത്തെ രീതിയിൽ. മൊത്തം ഇതിൻ്റെ ചോട്ടിലൊന്നും ഒരു പച്ചപ്പ് പോലുമില്ല. ഇതിലൊന്നും ഉണ്ടായില്ല. ഇപ്പം അവർ പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കണം. 200-300 രൂപ കൊടുക്കണം. അതിനുള്ള നമുക്കില്ല. പുല്ല് പോലും കരിഞ്ഞു പോയാൽ പിന്നീട് മുളച്ചു വരും. ഏലം പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏലം ഒന്നും ഉണ്ടാകുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഇനി ഈ തോട്ടം മുഴുവൻ പ്ലാന്റ് ചെയ്യണം അല്ലേ? മൊത്തം പ്ലാന്റ് ചെയ്യണം. അതിനുള്ള പ്ലാന്റ് ചെയ്യാനുള്ള നമ്മളെ നിവൃത്തിയില്ല. 1 രൂപ പോലെ എടുക്കാനില്ല. സർക്കാരിൻ്റെ സഹായം വല്ലതും കിട്ടിയോ? കിട്ടിയിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. ആരും കടം പോലും തരില്ല. ആരും കടം തരികയില്ല. നേരത്തെ കൃഷി ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വായ്പയാണെങ്കിലും തരും. സർക്കാർ കുറച്ചുകൂടി ഊർജിതമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഏരിയ മൊത്തത്തിൽ എല്ലാവരും പോയി. എൻ്റെ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ പോയേക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും ഇതുപോലെ ആത്മഹത്യൻ്റെ ഒരു രീതിയിൽ നിൽക്കുക. ഇതുപോലെ 10-20 വർഷമായിട്ട് നമ്മൾ ഈ കൃഷിയും കൊണ്ട് എന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ചേട്ടൻ വിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. 20 വർഷമായിട്ടും കൃഷിയെ കൊണ്ട് എന്നെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഇന്ന് വരെ ഓർത്തിട്ടുമില്ല. പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, 1 ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് 1 ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഈ വർഷം മാത്രം ജില്ലയിൽ 175 കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 30% ഏലം കർഷകർക്ക് ഉണ്ടായ നഷ്ടമാണ്. 30% ഏലം കൃഷി പൂർണ്ണമായും നശിച്ചുപോയി. അതോടൊപ്പം തന്നെ 60% വിളവിലും ഇടിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഈ കാർഷിക മേഖല, പ്രത്യേകിച്ച് ഏലം മേഖല നേരിടുന്നത്. ഈ കർഷകരെ സഹായിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. വിശ്രമം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത തവണ കൃഷി ചെയ്യാൻ കർഷകർ പോലും നാട്ടിലുണ്ടാകാത്ത അവസ്ഥയുണ്ടാകും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.